സിനിമാ പാട്ടുപാടുന്ന കൂട്ടുകാരാ, ആൽബത്തിന്റെ പാട്ടുപാടുന്ന ഉമ്മ, നിനക്കിന്നേ വരെ പാടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭൂമിക്കു മേലെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ഭൂപതിയ റസൂലുള്ളാന്റെ കാവലേഗു റബ്ബനാ, മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലേ കരുണയേറും റസൂലുള്ളാന്റെ കാവലേഗു റബ്ബനാ. റസൂലുള്ളാന്റെ മദ്ഹ് പാടാൻ, ആരംഭമുത്തിന്റെ മദ്ഹ് പാടാൻ നിനക്കെപ്പോഴാ ഉമ്മാ സമയം കിട്ടിയിട്ടുള്ളത്? സന്ധ്യാസമയമാകുമ്പോ സീരിന്റെ മുമ്പിൽ സടകുടഞ്ഞിരിക്കുന്ന പെങ്ങളെ അതൊന്ന് മാറ്റിവെച്ചിട്ട് ഒരു 10 സ്വലാത്ത് ചൊല്ലുമോളെ. സന്ധ്യാനേരത്ത് ഏതെങ്കിലും കടയുടെ മൂലയിലോ അങ്ങാടിയുടെ പെരുവോരങ്ങളിലോ ഇരുന്ന കൂട്ടുകാരുമൊത്ത് കളിക്കുന്ന ചെറുപ്പക്കാരാ, ആ സമയത്തൊരു 10 സ്വലാത്ത് ചൊല്ലുമോനെ. മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തീ, എന്റെ സമുദായം എന്ന് വാദിച്ച ഒരു നേതാവിനെ കാണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ലോകത്തിന് കഴിയുമോ? ഇല്ല ഇല്ല. പൊന്നുമോനെ പൊന്നുമോനെ, അതുകൊണ്ട് നീ വെട്ടേണ്ട മുടി അത് റസൂലുള്ളാഹിന്റെ പൊരുത്തമുള്ള മുടിയാകണം. അതുകൊണ്ട് നീ വെട്ടേണ്ട താടി അത് റസൂലുള്ളാഹിന്റെ പൊരുത്തമുള്ള താടിയാകണം. അതുകൊണ്ട് നീ ഡ്രസ് ധരിക്കുമ്പോൾ തലയിൽ തുണിയിട്ടുകൊണ്ട് വസ്ത്രം ധരിക്കണം. നീ വെറുതെ ഇടേണ്ടത് നാട്ടുകാർക്ക് വേണ്ടിയല്ല. എന്റെ പുന്നാര ഉമ്മ, നിസ്കാരത്തിന് പോലും നിന്നോട് മുൻകൈയും മുഖവും വിളിച്ച് ബാക്കിയെല്ലാം മറക്കാൻ അല്ലാഹുമായി നേരിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിന് പോലും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവന്റെ അടിമകളാകുന്ന മനുഷ്യന്റെ മുമ്പിൽ അർദ്ധനഗ്നകളായി നടക്കാൻ നിനക്ക് നാണമില്ലേ? ഏത് മതത്തിലാണ് നീ ജീവിക്കുന്നത്? നിന്റെ വസ്ത്രമാകേണ്ടത് ലോകത്തൊരു പെണ്ണ് പിറന്ന് കൂട്ടാട്ടങ്ങളും അടിച്ചുപൊളികളും മാർവാടങ്ങളും തകർക്കലും തിമർക്കലും പെയ്യുന്ന ഭൂമണ്ഡലത്തിന്റെ പിടുക്ക് പുറപ്പ് ജീവനോടെ ഇരിക്കാൻ കാരണം പോലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഔദാര്യമല്ലേ ഉമ്മ? നന്ദികേട് കാണിക്കല്ലേ പെങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ മറന്നൊരു ജീവിതം നിനക്ക് വേണ്ട. നീ പാടേണ്ടത് റസൂലുള്ളാഹിന്റെ മദ്ഹ്, നീ കാണേണ്ടത് റസൂലുള്ളാഹിന്റെ മദ്ഹ്. അവിടുത്തെ റൗള ശരീഫായിരിക്കണം നിന്റെ കണ്ണില് തെളിയേണ്ടത്. നീ കേൾക്കേണ്ടത് കോപ്രായങ്ങളല്ല, ആൽബത്തിന്റെ പാട്ടല്ല, അത് റസൂലുള്ളാഹിന്റെ മദ്ഹ്. നിന്റെ കാല് ചലിക്കേണ്ടത് അത് റൗള ശരീഫിലേക്ക് നടക്കാനാ. ഔലിയാക്കളായത് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിലോ, അഴകിന്റെ പേരിലാണെങ്കിലോ, നേതൃത്വത്തിന്റെ പേരിലാണെങ്കിലോ പകരം വെക്കാൻ കഴിയാത്ത നേതാവല്ലേ റസൂലുള്ളാഹ്. ഇന്ന് ദുനിയാവിലുള്ള നിന്റെ സ്നേഹത്തിനു പകരമായി ദുനിയാവിൽ
ദുനിയാവിലും നാളെ ആഖിറത്തിലും നിന്റെ കരം പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവേ ഉള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോഴും പൊന്നുമോനെ, ഏകാന്തമായി ഖബർ കിടക്കുന്ന നേരത്തും ഒരു സുമുഖനായ ചെറുപ്പക്കാരന്റെ ഖബറിലേക്ക് വരണമെങ്കിൽ ചൊല്ലിക്കോ ഹബീബിന് സ്വലാത്ത്. പറഞ്ഞോ ലോകത്തിന്റെ നേതാവിന് വേണ്ടി സലാമുകൾ. അല്ലാതെ ദുനിയാവിൽ നാളെ ആഖിറത്തിലും രക്ഷപ്പെടാമെന്നൊരു തമ്പുരാനും വിചാരിക്കണ്ട. ദുനിയാവിലെ സുഖങ്ങളോട് വിട പറഞ്ഞോ, ദുനിയാവിലെ രസങ്ങളോട് വിട പറഞ്ഞോ, ദുനിയാവിലെ അലങ്കാരങ്ങളോട് വിട പറഞ്ഞോ. നാളെ ആഖിറത്തിലേക്ക് വേണ്ടി നീ എന്ന് ജീവിക്കടി. പിന്നെ ലെഗിൻസ് നമുക്കിനി വേണ്ട. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടാത്ത വസ്ത്രമാ. ടൈറ്റിന്റെ ജീൻസിന് നമുക്ക് വേണ്ട. അത് ഖദീജ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രമാ. ഇനി കോവാളിയെ പോലെ ഉളിവെട്ടണ്ട. അത് റസൂലുള്ളാഹിന്റെ പൊരുത്തമില്ലാത്ത രീതിയാ. ഇനി താടി വളർത്തുന്നത് മോഡലിന് വേണ്ടിയല്ല, അതും റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വേണ്ടിയാ എന്നൊന്ന് വിചാരിച്ചാൽ ആരും തുണയ്ക്കാത്ത മഹ്ശറിൽ നീ നിന്നുരുകുമ്പോ നിന്റെ കൈപിടിക്കാൻ വരുമല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി